ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് ചെന്നൈക്കുള്ള ട്രിവാൻഡ്രം ചെന്നൈ മെയിൽ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാനും ശിവഗംഗയുണ്ട്. ഞങ്ങൾ പൂജയുടെ കല്യാണത്തിന് പോവാണ്. പൂജ ആൻഡ് വെങ്കടേഷ്, ഇതാണ് ബ്രൈഡ് ആൻഡ് ഗ്രൂം. അപ്പോൾ ഞാനിങ്ങനെ നല്ല വലിയൊരു ബാഗ് വലിച്ചിട്ട് പോവുകയാണ്. എൻ്റെ ഫുൾ ഡ്രസ്സ് അതിലാണെന്ന് ചിന്തിക്കരുത്. അതിൽ വെറും ബാംഗിൾസും മേക്കപ്പ് സാധനങ്ങളും ചപ്പൽസും മാത്രമേ ഉള്ളൂ. ഡ്രസ്സൊക്കെ ഓൾറെഡി ചെന്നൈയിലെത്തി കഴിഞ്ഞു. അങ്ങനെ ഞാനും ശിവഗംഗയും ട്വിന്നിങ്ങിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കുറച്ച് നേരത്തെ എത്തിയോണ്ട് കുറേ റീൽസും ഷോർട്സും എല്ലാം എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അധികം ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് അങ്ങ് ദൂരമായിരുന്നു. ഭാഗ്യത്തിന് മഴ പെയ്തില്ല. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് 6:45 ട്രെയിൻ വന്നു. പിന്നെ ഞങ്ങളൊന്ന് സെറ്റിലായി. ശിവഗംഗ മുകളിൽ കയറി 1-2 ഫോട്ടോസ് എടുത്തപ്പോഴേക്കും എറണാകുളം എത്തി. എറണാകുളത്ത് നിന്ന് രാജിയും ഫാമിലിയും കയറുന്നുണ്ട്. അവരെവിടെ നിന്നാണ് കയറുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഫുൾ പ്ലാറ്റ്ഫോം വീഡിയോ എടുത്തു. അവസാനം ഇരട്ടത്ത് ഈ വൈറ്റ് ടോപ്പിട്ട് നിൽക്കുകയാണ് പാർവതി. അങ്ങനെ രാജി അവിടെ നിന്ന് കൈ പൊക്കി കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ അവസാനം അവരെ കണ്ടു കിട്ടി. അവർ വേറെ കമ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റില്ല. 7:45 ആകുമ്പോൾ ട്രെയിൻ ആലുവ എത്തും. അവിടെ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും കയറും. അങ്ങനെ ഞങ്ങളെല്ലാവരും ട്രെയിനിലാണ്. ഇപ്പോൾ പാർവതിയും രാജിയും കൂടെ ഞങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. അവർ B2 കമ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ കൊണ്ടു തന്നു. അങ്ങനെ ഞാനും പാർവതിയും ഇവിടെ സെറ്റിലായി. ശിവഗംഗ ബാലുവിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അതാ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണുന്ന ദൃശ്യമാണിത്. കുറേ പ്ലെയിനുകൾ അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. നല്ല ലൈറ്റ് കാണുമ്പോൾ നമുക്കറിയാലോ നെടുമ്പാശ്ശേരി എയർപോർട്ടാണെന്ന്. അങ്ങനെ ഞാനും പാറും ഇവിടെ ഇരുന്ന് കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കുറേ കളിച്ചു, പിന്നെ കുറേ സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു. പിന്നെ അച്ഛനും അമ്മയും കാണാൻ പോയപ്പോൾ അവർ ചോറുണ്ണാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കിടക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ശിവഗംഗയും ബാലും അവിടെ നിന്ന് സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജിയും അമ്മയും ബിജു ചേട്ടനും എല്ലാം ഇവിടെ സെറ്റിലായി. അങ്ങനെ കിടന്നു. പക്ഷെ എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റില്ല. എന്താണെന്നറിയില്ല, ഭയങ്കര ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ നമ്മുടെ സേലം റെയിൽവേ സ്റ്റേഷൻ. ഇതൊരുപാട് ഞാൻ അവിടെ ഇറങ്ങിയ സ്റ്റേഷനാണ്. ഞാൻ പഠിച്ച സ്ഥലത്തായതുകൊണ്ട് ഭയങ്കര മെമ്മറീസ് ഉള്ള സ്റ്റേഷനാണ്. അങ്ങനെ അതെല്ലാം കണ്ട് വീണ്ടും കിടന്നുറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ചെന്നൈയിൽ ഓൾമോസ്റ്റ് എത്താറായി. രാവിലെ ആയപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു തമിഴ്നാടിൻ്റെ സീനൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പണ്ടേ തമിഴ്നാടിനോട് ഒരു ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ട്. ഞാനവിടെ പഠിച്ചുകൊണ്ട് എല്ലാം കൊണ്ടും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട്. ഇങ്ങനെ രാവിലെ ആയി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പോഴേക്കും നമ്മുടെ ആവടി റെയിൽവേ സ്റ്റേഷൻ എത്തി. ചെന്നൈ സെൻട്രലിൽ പോയി ഇറങ്ങിയില്ല, അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 6:45, 6:50 ആവടിയിലെത്തുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ട്രെയിനിൽ നിന്ന് ഇറങ്ങി താഴെ നിൽക്കുകയാണ്. അവർ വരാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളെ കൂടാതെ വേറെയും കുറേ ഫാമിലീസ് ഉണ്ട്. അവരൊക്കെ പല പല കമ്പാർട്ട്മെൻറ്റിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ അവരൊക്കെ ഇറങ്ങി എല്ലാവരും കൂടെ ഒരു ബസ് പിടിച്ചിട്ടാണ് മാമൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ദാ ബാലും ശിവഗംഗയൊക്കെ ട്രോളി വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവർക്ക് ഇത് ചെയ്യണം. ട്രോളി വലിക്കുന്ന ഒരു വീക്ക്നെസ്സാണ്. ആരുടെയെങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ട്രോളി എല്ലാം ചെയ്ത് വലിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ ഒരു ബസ് കയറി എല്ലാ ഫാമിലീസിനെയും കയറി ഞങ്ങളിങ്ങനെ പോവുകയാണ്. എന്നെ വിളിക്കാൻ വന്ന എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ചെന്നൈയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഇന്ന് ഫുൾ ബിസി ഡേ ആയിരിക്കും. രാവിലെ എൻഗേജ്മെൻറ്റ്, വൈകിട്ട് റിസപ്ഷൻ, അങ്ങനെ ഫുൾ ബിസിയാണ്. അപ്പോൾ എല്ലാ വീഡിയോസും കാണാം. സ്റ്റുഡിയോസായി 2 കുട്ടികൾ ബുക്ക് വായിക്കുന്നു ബസ്സിലിരുന്ന്. അങ്ങനെ തൃപ്പൂണിത്തുറയിൽ നിന്നും ചെന്നൈയിലെത്തി. ഇനിയെല്ലാം ചെന്നൈ വീഡിയോസാണ്. കീപ് വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു. ബൈ.